ഹലോ മച്ചന്മാരെ, നെക്സ്റ്റ് വരാൻ പോകുന്ന അപ്കമിങ് ആയ നമ്മുടെ പ്രൈസ് പാർട്ടി റിവാർഡുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മച്ചന്മാരെ. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കിടക്കുന്ന മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മച്ചന്മാരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന മച്ചന്മാരാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്കും കൂടെ അടിക്കുക, തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കും കൂടെ ഞെക്കി പൊട്ടിക്കുക മച്ചന്മാരെ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം മച്ചന്മാരെ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വരാൻ പോകുന്ന പ്രൈസ് പാർട്ടി റിവാർഡുകൾ. ഇത് പബ്ജി അക്കൗണ്ടാണ്. പബ്ജി അക്കൗണ്ടിൽ പ്രൈസ് പാർട്ട് വന്നു കഴിഞ്ഞ് നമുക്ക് ഇനി അപ്ഡേറ്റ് വന്നാൽ മാത്രം വരും. ഇതാണ് പ്രൈസ് പാർട്ടിന്റെ ലെവൽ 1 എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വെപ്പൻ. ഇതാണ് ഒരു വെപ്പൻ. പിന്നെ അതേപോലത്തെ കുറച്ചത് പിന്നെ കാര്യമായിട്ടുള്ളത് പറയുകയാണെങ്കിൽ നമ്മൾ നേരെ ഇവിടെ നമുക്കത് അതേപോലെ ഒരു എന്താ പറയാ ഒരു സ്റ്റിക്കർ കിട്ടും. പിന്നെ ലെവല് 10 കഴിഞ്ഞാൽ ഒരു ബാഗ് കിട്ടും നമുക്ക്. ഇതാണ് നമുക്ക് കിട്ടാൻ പോകുന്ന ബാഗ്. ലെവൽ 10 ആയി കഴിഞ്ഞാൽ ബാഗ് കിട്ടും. ലെവൽ 1 ആണിത്. ലെവൽ 2 എത്തി കഴിഞ്ഞാൽ ഒരു അസ്ഥിക്കൂടം പോലെ. ലെവൽ 3 എത്തി കഴിഞ്ഞാൽ അസ്ഥിക്കൂടം മുഴുവനായിട്ടുള്ള ഒരു ബാഗാണ് അച്ഛന്മാരത്. പിന്നെ കാര്യമായിട്ട് പിന്നെ 13 എത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു പാരച്യൂട്ട് കിട്ടും. കുഴപ്പമില്ല, പാരച്യൂട്ട്. പിന്നെ നമുക്ക് ലെവല് 15 എത്തി കഴിഞ്ഞാൽ രണ്ട് ഔട്ട്ഫിറ്റ് ഉണ്ട്. ഇതിലേറെ ഒന്ന് നമുക്ക് ചോയ്സ് ചെയ്യാനുള്ള ഔട്ട്ഫിറ്റാണ്. ഇത് മെറ്റിക്കാന്ന് തോന്നുന്നു. 2 ഔട്ട്ഫിറ്റും മെറ്റിക്കാന്ന് തോന്നുന്നു വെച്ചാൽ മെറ്റിക്കാണ് രണ്ടും മെറ്റിക്കായിട്ടാണ് തോന്നുന്നത്. മെറ്റിക്കാണ്. പിന്നെ നമുക്ക് ഒരു മോൾട്ടോന്റെ ഒരു സ്കിൻ കിട്ടുന്നുണ്ട്. ലെവല് 18 എത്തി കഴിഞ്ഞാൽ മോൾട്ടോന്റെ സ്കിൻ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ഇവിടെ ഒരു 30 യൂസിന്റെ ഒരു ലക്കി സ്പിന്റെ കാർഡും കിട്ടുന്നുണ്ട്. ലക്കി സ്പിൻ പകർക്കാൻ പിന്നെ ഫ്രെയിം കിട്ടുന്നുണ്ട് വെച്ചാൽ അത് മിസ്സായിപ്പോയി പറയാം. ഒരു ഫ്രെയിമും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ലെവൽ 20 എത്തി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഇതേപോലത്തെ അവാർഡ് ഒന്നും കൂടി കിട്ടുമ്പോൾ ഒന്ന് കളക്ട് ചെയ്യാനായിട്ട്. പിന്നെ അവിടെ 30 യൂസിന്റെ ലക്കി സ്പിന്നും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ 10 ഇതിന്റെ ലക്കി കോയിനും അത് പ്രൈസ് പാർട്ട് എടുക്കുന്നവർക്ക് എല്ലാ സീസണിലും കിട്ടുന്നതാണ്. പിന്നെ ഒരു ഹെൽമെറ്റിന്റെ സ്കിൻ ലെവൽ 23 എത്തി കഴിഞ്ഞാൽ ഒരു ഹെൽമെറ്റിന്റെ സ്കിൻ. ഇത് ലെവൽ 1 സ്കിന്നാണിത്. ലെവൽ 2ലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. ലെവൽ 3ലേക്ക് എത്തുമ്പോൾ മൊത്തമായിട്ട് ഒരു അസ്ഥികൂടം നമ്മൾ മൊത്തം നോക്കുമ്പോൾ ഒരു അസ്ഥികൂടത്തിന്റെ ഒരു എന്താ പറയാ ഒരു എർഗീര് വെച്ച പോലെ ഫീൽ ഉണ്ടാവും നമുക്കിത്. പിന്നെ ലെവല് 24 ലെവൽ 25 എത്തുമ്പോൾ നമ്മൾ കാട്ടി വരുന്ന ഔട്ട്ഫിറ്റ് കിട്ടുന്നത്. ഇതാണ് മറ്റന്മാരെ മെറ്റിക് ഔട്ട്ഫിറ്റ് എന്ന് വെച്ചാൽ ലെവൽ 25 കിട്ടുമ്പോഴുള്ള മെറ്റിക് ഔട്ട്ഫിറ്റ്. നമ്മുടെ കൈജൂസ് നമ്പർ 80 സെറ്റ് ആണിത്. ഞാൻ ഇതുവരെ ഈ സീരീസ് കണ്ടിട്ടില്ല, അതുകൊണ്ട് പിന്നെ ഇതിനെ കുറിച്ച് എനിക്ക് അത്ര അറിയത്തില്ല. ഇതാണ് നമ്മുടെ ആ ഒരു ഔട്ട്ഫിറ്റ്. അപ്പോൾ പ്രൈസ് പാർട്ടി റിവാർഡുകൾ വന്നാൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പ്രൈസ് പാർട്ടി റിവാർഡ് ഇഷ്ടപ്പെട്ടോന്നെങ്കിൽ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്താൻ. കാരണം 600 യൂസിക്കുള്ള വർത്ത് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം. പക്ഷേ കൈജൂസ് നമ്പർ 80 സീരീസ് കണ്ട മച്ചന്മാർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. കാരണം അവർക്കൊക്കെ അതൊരു കുഴപ്പമില്ലാത്ത ഒരു സീരീസ് ആയിട്ട് അവർ കാണും ചെയ്യും. കാരണം നല്ല സീരീസ് അങ്ങനെയുള്ളവർക്ക് ഇതൊരു വർത്തായി തോന്നും. എനിക്കിത് വർത്തായി തോന്നി. കാരണം വെച്ചാല് കഴിഞ്ഞതിനെക്കാട്ടും ഒരു അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കഴിഞ്ഞ ഒരു ഒന്നും കൊണ്ടുവന്നില്ല, ഒരു കാര്യമായിട്ട് ഒരു സാധനങ്ങളൊന്നും ഇല്ല. ഇനി ഇപ്രാവശ്യം ഒരു വണ്ടിയുടെ സ്കിന്നെങ്കിൽ തരാമായിരുന്നു എന്നൊരു അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ. ബാക്കി ഒരു മോശമായ അഭിപ്രായം എനിക്ക് പറയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ മെറ്റിക് 4G അതേപോലെ തന്നെ റിവാർഡുകളൊക്കെ കുറെ ഒരു കൊണ്ടുവന്ന് BGMIക്ക് കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. പബ്ജിയിൽ വന്നതാണ്. പബ്ജിയിൽ വന്ന മെറ്റിക് 4G റിവാർഡുകൾ അതൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. ഒരു ഗ്രോസിന്റെ സ്കിൻ ഉണ്ട്. പിന്നെ അതിന്റെ 4G അതേപോലെ തന്നെ ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്കവിടെ കളക്ഷൻ 5 എന്ന ഓപ്ഷൻ കണ്ടില്ലേ നമ്മുടെ പേന്റെ കൂടെ തന്നെ. അതിന് കൂടുതൽ അവിടെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. ഡയറക്റ്റ് നമ്മൾ എവിടെത്തും കളക്ഷൻ റിവാർഡിന്റെ അവിടേക്ക് എത്തുന്നതായിരിക്കും. അപ്പൊ മച്ചന്മാരെ വീഡിയോ ഇത്രയുള്ളൂ മച്ചന്മാരെ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ മച്ചന്മാരെ.